അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് റിയോ പ്ലാന്റ്. ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്കും അതേപോലെ തുടക്കക്കാർക്കും ഒക്കെ വലിയ കെയറിംഗ് ഒന്നും കൊടുക്കാതെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് ഈ റിയോ പ്ലാന്റ്സ്. ഈ ചെടി നടുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ പോട്ട് മിക്സ്ചർ തയ്യാറാക്കുന്നത്, അതേപോലെ വാട്ടറിങ്ങും ഒക്കെ. പോട്ട് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ അധികം ലൂസായിട്ടുള്ള പോട്ട് മിക്സ്ചർ വേണം ഇത് നടാൻ വേണ്ടി യൂസ് ചെയ്യാൻ. വെള്ളം അധികം കെട്ടിക്കാതെ വെള്ളം പെട്ടെന്ന് ഒഴുകി പോകുന്ന തരത്തിലുള്ള പോട്ട് മിക്സ്ചർ വേണം നമ്മൾ ഇതിനെടുക്കുക. അതിനകത്ത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഗാർഡൻ സോയിൽ യൂസ് ചെയ്യാം, കൊക്കോ പിറ്റ്, കമ്പോസ്റ്റ്, അതേപോലെ നീം കേക്ക് പൗഡറൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വാട്ടറിങ് ആണ്. ഇതിനധികം വെള്ളം ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ്. നമ്മളെല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും മുടങ്ങാതെ വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ മണ്ണ് ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതേപോലെ വെള്ളം കെട്ടിയിരിക്കുന്നതെന്നും കൂടെ നമ്മൾ നോക്കുക. വെള്ളം കെട്ടിക്കാനുള്ള സാധ്യത ഉണ്ടാക്കരുത്. വേര് ചെയ്യാനും അതേപോലെ ഫംഗസ് വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അതേപോലെ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് വരുന്ന ഭാഗത്തൊന്നും ഈ ചെടി കൊണ്ട് വെച്ച് വളർത്താതിരിക്കുക. ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റ്, അപ്പോൾ ഷെയ്ഡിൽ തന്നെ വെച്ച് വളർത്തുക. പിന്നെ ഞാൻ പറഞ്ഞ പോട്ട് മിക്സ് യൂസ് ചെയ്യുക. അതേപോലെ വെള്ളം ഒഴിക്കുന്നത് സോയിൽ ഡ്രൈ ആകുമ്പോൾ മാത്രം നോക്കി ഒഴിക്കുക. ഓവർ വാട്ടറിങ് ഈ ചെടി നഷ്ടപ്പെടാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. അപ്പം ഇതൊക്കെ നോക്കി വളർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബുഷിയായിട്ട് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് റിയോ പ്ലാന്റ്സ്. അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബൈ.